കഴിഞ്ഞ വീഡിയോയിൽ സസ്പെൻസ് വെച്ചതിന് ക്ഷമിക്കുക. ഞാൻ വിചാരിച്ചു അത് കുറച്ച് കൂടുതൽ ആളുകളെ വീഡിയോയിലേക്ക് എത്തിക്കുന്നു, പക്ഷേ അത് ബാക്ക് ഫയർ ചെയ്തു. കുറേ ആളുകൾ പറഞ്ഞു പറ്റിച്ചു എന്ന്. പറ്റിച്ചതല്ല, ആസ്പെയർ പോയി പുതിയ വണ്ടി വന്നു. അത് പക്ഷേ മെക്കാനിക്കലി പെർഫെക്റ്റ് ആയിരുന്നില്ല, പെയിൻറ്റും പെർഫെക്റ്റ് ആയിരുന്നില്ല. എന്നാൽ തിളക്കമുണ്ടോ ഷൈനിയാണോ അങ്ങനെയുമല്ല. പക്ഷെ എല്ലാം നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. Right, ready? Roll the cinematics. Cinematics. വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി. അതെ, ഇതാണ് ആ വണ്ടി. നമ്മുടെ ഫോർഡ് ഫിഗോ ആസ്പെയറിൻ്റെ റീപ്ലേസ്മെൻറ്റ്. ലാറ്ററൽ അപ്ഗ്രേഡ് ആണോ? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ലാറ്ററൽ അപ്ഗ്രേഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള വണ്ടി കൊടുത്തിട്ട് കുറച്ചുകൂടി കാശ് കൂടിയിട്ട് കൂടിയൊരു സെഗ്മെൻറ്റ് മേടിക്കാനുള്ളതാണ്. ഇത് ഞാൻ കൊടുത്ത പൈസ എന്ന് പറയുന്നത് ആസ്പെയർ വിറ്റ കാശിനേക്കാളും കുറവാണ്. പിന്നെ ഇതൊരു ഡീസലല്ല, പെട്രോളാണ്. ഓക്കെ, എന്തുകൊണ്ട് ഈ ഒരു വണ്ടി? ഇതിനെന്താ പ്രത്യേകത? നിങ്ങൾക്ക് പോളോ വാങ്ങാമായിരുന്നില്ലേ? എല്ലാത്തിനും ഉത്തരവുണ്ട്. വരൂ, നമുക്ക് ഇന്നെ പുതിയ പഴയ വണ്ടിയെ പരിചയപ്പെടാം. ഇതാണ് ഫോക്സ്വാഗൺ വെൻഡോ TSI 2014 വിത്ത് 52,000 കിലോമീറ്ററിനോടോ. എന്ത് വില കൊടുത്തല്ലേ, അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ആക്ച്വലി ഇതൊരു അപ്ഗ്രേഡ് ആണോ? ആണ്. ഇതിൻ്റെ വലിപ്പത്തിൽ, ഇതിൻ്റെ പെർഫോമൻസിൽ, ഇതിൻ്റെ സീറ്റിംഗ് ആ ഒരു സുഖത്തിൽ, കംഫർട്ടിൽ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയും ഇതൊരു അപ്ഗ്രേഡാണ്. വിലയിൽ മാത്രം കുറച്ച് ഡൗൺ ഗ്രേഡ് എന്ന് പറയാം. ഓക്കെ, എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഫോക്സ്വാഗൺ പോളോ തന്നെയായിരുന്നു. പക്ഷേ ആ ഒരു പോളോയ്ക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് പോളോയ്ക്ക് വില കൂടുതലാണ്. നിങ്ങൾക്കറിയാലോ, ഫിഗോയ്ക്ക് പകരം ആസ്പെയർ വാങ്ങിയ ആളാണ് ഞാൻ. എനിക്ക് ഇമേജ് അങ്ങനെ വലിയൊരു പ്രശ്നമല്ല. ഒരു അമ്മാവൻ വണ്ടി എന്നുള്ളൊരു ചീത്തപ്പേര് വണ്ടിക്കുണ്ട് വിവേക് ജയ വീഡിയോയിൽ പറഞ്ഞിട്ട്. എന്നാലും എനിക്ക് തോന്നുന്നു പോളോയുടെ GT TSIയുടെ പകുതി വിലയ്ക്ക് എനിക്ക് ഈ ഒരു വണ്ടി വാങ്ങാൻ പറ്റുന്നതാണ്. പോളോ ഇന്നെ ബിഗർ പാക്കേജ്, അതാണ് വെൻഡോ TSI എന്ന് പറയുന്നത്. ഓടിക്കാൻ സുഖമാണ്, വലുപ്പത്തിൻ്റെ ഗുണമുണ്ട്, സീറ്റിംഗ് കപ്പാസിറ്റി ഗുണമുണ്ട്, ബൂട്ടുണ്ട്, വലിയ വണ്ടിയാണെന്നുള്ള കാര്യമുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ നോക്കിയാൽ ഇത് എന്തുകൊണ്ടും മെച്ചമാണോ? ആണല്ലേ? അതോ അല്ലേ? നിങ്ങൾ പറയൂ. എൻ്റെ വെൻഡോ എന്ന് പറയുന്നത് ഒരു ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിനുള്ള വണ്ടിയാണ്. TSI. അതിൻ്റെ കൂടെ 7 സ്പീഡ് DSG ഉണ്ട്. ഇത് ഒരു ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിനാണെന്ന് പറയുമ്പോഴും ഇതിൻ്റെ ഒരു കോഡെന്ന് പറയുന്നത് EA111 ആണെന്ന് പറയുമ്പോഴും ഇതിൻ്റെ അടുത്തൊരു ജനറേഷൻ എന്ന് പറയുന്നത് 1 ലിറ്ററായി വന്നപ്പോൾ കുറച്ചുകൂടി മികവുണ്ടെന്ന് പറയുമ്പോഴും എനിക്ക് തോന്നുന്നു ഇത് ഓടിക്കാൻ അത്യാവശ്യം നല്ല ഫണ്ണാണ്. അതിനോട് ഓടിക്കാൻ പറയാം. പിന്നെ നീറ്റായിട്ടുള്ള ഒരു എഞ്ചിൻ വേണ്ടത്. താങ്ക്സ് പറയേണ്ടത് വിനോദേട്ടനാണ്, നമ്മുടെ കാർവെയർ ആക്സറീസിൻ്റെ അവരുടെ ഗ്ലാൻസിൻ്റെയിലാണ് ഈ വണ്ടി ഡീറ്റെയിൽ ചെയ്ത്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. പിന്നെ 10-11 വർഷം പഴക്കമുള്ളൊരു വണ്ടിയാണിത്. എന്നാൽ ഇതിൽ ആവശ്യത്തിലധികം സവിശേഷതകളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു കപ്പ് ഹോൾഡറിൻ്റെ ഒരു ഡിസൈൻ, കൂടാതെ ഈ ഡ്രൈവറിലേക്ക് ചേർന്നിരിക്കുന്ന ഇൻഫോടൈം സിസ്റ്റമുള്ള ഈ ഒരു കൺസോള്, സ്റ്റിയറിംഗിൽ ഓഡിയോ കൺട്രോൾസ്, ടിൽറ്റും റീച്ചും അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സ്റ്റിയറിംഗ് വീല്, ഇൻസ്റ്റൻറ്റ് മൈലേജ് പോലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ആ ഒരു ക്ലസ്റ്റർ, വലിയ, അതായത് മൾട്ടിപ്പിൾ അറകളുള്ള ഗ്ലോ ബോക്സ്, ഇവിടെയുള്ള ആംറസ്റ്റ്, മൊബൈൽ വയ്ക്കാൻ ഒരു സ്പെഷ്യൽ ഒരു എക്സ്ട്രാ പീസ്, അങ്ങനെ ഒരുപാട് സവിശേഷതകളുണ്ട്. സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. അന്നേ ബോസ് മോഡി വണ്ടിക്കുണ്ട്. സീറ്റിൻ്റെ ഹൈറ്റിന് സീറ്റ് ബെൽറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ മിററില്ലെങ്കിലും ഇവിടെ ഒരു മിററും കാര്യങ്ങളൊക്കെ കാണാം. ഇതിൻ്റെ ഏറ്റവും മോശം എന്ന് പറയുന്നത് ഈ ഒരു ഇൻറ്റീരിയർ മിറർ മാത്രമാണ്, അത് ചെറുതാണ്. ഓക്കെ, അതെന്തോട്ടെ. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC ഉണ്ട്. പിന്നെ ഒബ്വിയസ്ലി ഇതിൽ ഓട്ടോമാറ്റിക്കാണ്, സ്പോർട്സ് മോഡുണ്ട്, മാനുവൽ മോഡുണ്ട്, ഇരിക്കാനത് നല്ല സുഖമുണ്ട് സീറ്റിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അപ്ഗ്രേഡിലേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ അപ്ഗ്രേഡ് നിലയ്ക്ക് നോക്കുമ്പോൾ എനിക്ക് മോർ കാർ പെർ കാർ എന്നുള്ള ഒരു കൈൻഡ് ഓഫ് ഇൻഡിക്കയുടെ സ്ലോഗം പോലെയാണ് ഈ ഒരു വെൻഡോയുടെ കാര്യം. ബാക്ക് സീറ്റും മോശമൊന്നുമല്ല. ചാരി സുഖമായിട്ടിരിക്കാവുന്ന റിക്ലൈനിങ് ആംഗിളുള്ള സീറ്റ്, ആംറസ്റ്റ്, റിയർ AC വെൻറ്റ്, ഇത് ഞാൻ വെച്ചാണ്. ഓക്കെ, എന്നാലും ഒരു കപ്പ് ഹോൾഡർ, ഒരു ഹമ്പുണ്ട്. 5 പേർക്ക് ഇരിക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ സീറ്റിൻ്റെ ഈ ഒരു സ്കൂപ്പിങ്. ഓക്കെ, ഈ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് നീറ്റാണ്. ഇത് വരുമ്പോൾ നീറ്റായിരുന്നു, ഇത് എക്സ്ട്രാ നീറ്റാക്കിയത് ഡീറ്റെയിലിങ്ങിലൂടെയാണ്. പിന്നെ പിന്നിലെ ആ ഒരു ഡോറിലും നമുക്ക് ബോട്ടിൽ ഹോൾഡർ കാണാം, ആ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ബോസ് മോഡിൻ്റെ കാര്യം പറയട്ടെ. ഈ സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടേ ഒരു ബോസ് മോഡ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാനായിട്ട്. പിന്നിൽ ഡിഫോഗർ ഉണ്ട്. ഓക്കെ, വലിയ ബൂട്ടാണ്. ബൂട്ടെന്ന് പറയുമ്പോൾ വലിയ ബൂട്ടാണ്. എൻ്റെ സകല സാധനങ്ങളും വെക്കാനുള്ള സൗകര്യമുള്ളൊരു ബൂട്ടാണത്. ഇതിൻ്റെ ഇലക്ട്രിക് ജാക്കാണ്. ഇതിൻ്റെ സ്പെയർ വീൽ എന്ന് പറഞ്ഞാൽ അലവിലല്ല. ഓക്കെ, വാട്ടവർ. പക്ഷേ നല്ല നീറ്റായിട്ടുള്ള ഒരു ബൂട്ട് ഏരിയ നമുക്ക് കാണാം. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. ഈ ലൈറ്റ് ഉരുക്കിടക്കണല്ലേ, അത് ഞാൻ ശരിയാക്കി കേട്ടോ. ഓക്കെ, ഒരു ലൈറ്റുണ്ട്, പാർട്ട് ഓഫ് ദ ഗെയിം. പിന്നെ ഇത്
ആദ്യമേ പറയട്ടെ, ഞാൻ മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ മാറ്റങ്ങൾക്കൊന്നും എതിരല്ല. പക്ഷേ ഈ വണ്ടിയിൽ അൺനെസസറി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു ആൻഡ്രോയിഡ് യൂണിറ്റ് ഉണ്ടായിരുന്നു, 360 ക്യാമറ വെച്ചിരുന്നു, ഒരു ചാത്തൻ സബ് വൂഫർ ഉണ്ടായിരുന്നു. എല്ലാം ഞാൻ കുറച്ച് ദൂരെ കളഞ്ഞിട്ടുണ്ട്. അത് കീപ്പ് ചെയ്ത് ഈ ഒരു ആൻറ്റിനയാണ്. പിന്നെ ക്യാമറകൾ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. കാരണം ക്യാമറ കളയുമ്പോൾ ആ മിറർ മാറ്റേണ്ടി വരും. പിന്നെ ഇവിടെ ചെറിയ മാറ്റങ്ങളുണ്ട്, അത് ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ പറയാം. എന്തായാലും ഈ ഒരു വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയ വീലുകളാണെന്നുള്ളതാണ്. ഈ അലോയ് വീൽസ് നോക്കിയേ, ഈ അലോയ് വീൽ ഡിസൈൻ നോക്കിയേ, ഇതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന് പല അലോയ് വീൽ ഡിസൈൻ പാറ്റേൺസ് ഉണ്ട്. ഇത് 185/60R15 ആണ്. ബാക്കിൽ ഡ്രം ആണ്, മുമ്പിലാണ് ഡിസ്ക് ബ്രേക്ക് ഉള്ളത്. പിന്നെ ഇവിടെ ഈ ഒരു LED ഇൻഡിക്കേറ്റർ പോലുള്ള ഇൻഡിക്കേറ്റർ കാണാം. LED അല്ല അത്, പക്ഷേ കണ്ടാൽ LED പോലെ തോന്നും. ഓക്കെ, ഇതൊരു നീറ്റ് എക്സാമ്പിളാണ്, അല്ലെങ്കിൽ നീറ്റ് വണ്ടിയാണെന്നുള്ളതാണ്. ഓക്കെ, ഈ വണ്ടി പെട്രോളാണ്, ഡീസലല്ല. നിങ്ങളുടെ ആസ്പെയർ ഡീസലായിരുന്നു, നിങ്ങൾ ഡീസൽ ഓടിച്ചുകൊണ്ടിരുന്നതാണ്. എന്തുകൊണ്ട് ഡീസൽ കൊടുത്തിട്ട് പെട്രോൾ മേടിച്ചു? അതല്ല, എന്തുകൊണ്ട് EV മേടിച്ചില്ല? അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ പറയാം. എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ചിലവുകൾ, എന്താണ് പണി, എന്തൊക്കെ ചെയ്തു, എത്ര രൂപയ്ക്ക് മേടിച്ചു, ഇതിനെന്താണ് പ്രത്യേകത, എല്ലാ കാര്യങ്ങളും പറയാനുണ്ട്. ഈ പറഞ്ഞ കാര്യത്തിൽ മിസ്സായി പോയൊരു കാര്യം എന്ന് പറയുന്നത് ഈ വൈപ്പർ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇത് പുതിയ വൈപ്പർ ബ്ലേഡ്സ് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു ബാക്കിയുള്ള കാര്യം ഒരു ഡാഷ് ക്യാം ഞാൻ എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ബാക്കി വണ്ടി ഓടിച്ചുകൊണ്ട് പറയാം. ഇതാണ് നമ്മുടെ അടുത്ത വണ്ടി. ആസ്പെയർ കൊടുത്തിട്ട് ഞാൻ ലാറ്ററൽ അപ്ഗ്രേഡ് പോലെ വാങ്ങിയ വണ്ടി. ആ ഒരു വേഡിനൊരു ചെറിയ തെറ്റുണ്ട്. കാരണം ഒരു വണ്ടി കൊടുത്ത് കുറച്ചുകൂടി കാശ് കൂടുതൽ കൊടുത്തിട്ട് അടുത്തൊരു സെഗ്മെൻറ്റിലെ വണ്ടി വാങ്ങുന്നതിനാണ് നമ്മൾ ലാറ്ററൽ അപ്ഗ്രേഡ് എന്ന് പറയുക. ഇത് കൂടിയ മോഡലാണെന്ന് പറയാം, പക്ഷേ ഇതിൻ്റെ ഒരു മോഡൽ ഇയർ കൂടുതലല്ല. ഇത് 2014 ആണ്. ഞാൻ കൊടുത്ത് 2017 മോഡൽ വണ്ടിയായിരുന്നു. ആ വണ്ടി 1.5 ആണ്, ഇത് 1.2 ആണ്. അങ്ങനെ നോക്കിയാലും കുറച്ച് കുറവാണെന്ന് തോന്നും. പക്ഷേ ഇതൊരു ടർബോ പെട്രോളാണ്, ഇതൊരു TSI ആണ്, ഇതൊരു DSG ആണ്, ഇതൊരു ഓട്ടോമാറ്റിക് ആണെന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. കുറച്ച് വലിയ പ്രോപ്പറായിട്ടുള്ളൊരു സെഡാൻ കൂടിയാണിത്. ഹോണ്ട സിറ്റിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടികൾക്കും ഒക്കെ ആ ഒരു സമയത്ത് മുട്ടി നിന്നിരുന്ന വണ്ടി. ഇതിൻ്റെ ഒരു റാപ്പിഡ് ഉണ്ട് സ്കോഡയ്ക്ക്, സെയിം വണ്ടി തന്നെയാണ്. അപ്പോൾ ഈ ഒരു വണ്ടി വാങ്ങാനുള്ള കാരണങ്ങളെക്കുറിച്ചും ഈ വണ്ടി എന്തിനു വാങ്ങിയെന്നുള്ളത് മാത്രമല്ല അത് എന്തൊക്കെ ചെയ്തു എന്നുള്ളതും ഒക്കെയാണ് പറയാൻ പോകുന്നത്. ഇതൊരു ജർമ്മൻ കാറാണ്, ഒരു ജർമ്മൻ സെഡാനാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ടർബോ പെട്രോളാണ്. അതിൻ്റെ കൂടെ 7 സ്പീഡ് DSG ഉണ്ട്. അപ്പോൾ എനിക്ക് എന്തൊക്കെയാണ് ആസ്പെയർന്ന് പോയാൽ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോളായി, ഡീസൽ അല്ലാതായി, 5 സ്പീഡ് മാറി 7 സ്പീഡ് എന്നൊക്കെ പറയാം. പിന്നെ മാനുവൽ ഓട്ടോമാറ്റിക് ആണെന്നൊക്കെ പറയാം. ഓക്കെ, അത് രണ്ടും ഒരു കമ്പാരിസൺ ഇല്ല. പക്ഷേ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഒരു ഹൂ ടു ഡ്രൈവ് ആയിട്ടൊരു കാറാണ്. 4, 3, 2 ഇത് വളരെ ക്വിക്കും വളരെ ഫാസ്റ്റും ആയിട്ടുള്ള ഒരു കാറാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ അന്നുണ്ടായിരുന്ന ഒരു സെഗ്മെൻറ്റിൽ. ഓക്കെ, ഇതിൻ്റെ കുറച്ചുകൂടി ഭംഗിയുള്ള, കുറച്ചുകൂടി ആളുകൾക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന വണ്ടി എന്ന് പറയുന്നത് പോളോ തന്നെയാണ്. പോളോ GT TSI ആണ്. പക്ഷേ പോളോ GT TSI ഈ ഒരു വണ്ടിയുടെ വിലയ്ക്ക് കിട്ടില്ല. കാരണം ഞാനിതൊരു 3.5 ലക്ഷം രൂപയ്ക്കുള്ളതാണ് വാങ്ങി, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പോളോ വാങ്ങുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു 52,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു GT TSI കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 7 lakhs ഒക്കെ, 5 to 7 lakhs ഉള്ളിലാണ് വില. പോളോ ഓൾറെഡി ഓവർ പ്രൈസ്ഡ് ആണ്. അല്ലെങ്കിൽ പോളോയ്ക്ക് അത്യാവശ്യം ഒരു വാല്യൂ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സെയിം എഞ്ചിനും സെയിം ഗിയർ ബോക്സും ഉള്ള, എന്നാൽ അതിനേക്കാൾ കൂടുതൽ സ്പേസും അതിനേക്കാൾ കൂടുതൽ ബൂട്ട് സ്പേസും ഒക്കെ ഉള്ളൊരു വണ്ടിയായിട്ടുള്ള വെൻഡോ വാങ്ങുന്നത് ലോജിക്കലാണ്. നമ്മളെപ്പോഴും ലോജിക്കലായിട്ടാണ് ആലോചിക്കാറ്. ആ ഒരു ലോജിക്കിൻ്റെ ബാക്കിയാണ് ഈ ഒരു വെൻഡോ എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഡീസൽ വേണ്ട പെട്രോൾ മതി എന്ന് തീരുമാനിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതായത് എൻ്റെ ഡീസൽ ആസ്പെയർ ഒരു വർഷം കൊണ്ട് ഓടിക്കുന്നത് 4000 കിലോമീറ്ററാണ്. ഈ 4000 കിലോമീറ്റർ ഓടാൻ വേണ്ടി ഒരു ഡീസൽ വണ്ടി വാങ്ങി അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു തോന്നലേക്ക് ഉണ്ടായി. പിന്നെ എൻ്റെ മനസ്സിലൊരു ആഗ്രഹമായിരുന്നു എനിക്കൊരു ടർബോ പെട്രോൾ വേണമെന്നുള്ളത്. ഒരു NA വണ്ടി എനിക്കുണ്ട്, ഒരു NA 1.5 ഞാൻ മേടിച്ചിട്ടായിരുന്നു ഹോണ്ട സിറ്റി. ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്, അല്ലെങ്കിൽ ഐ വാസ് ഹാപ്പി വിത്ത് ദാറ്റ്. പിന്നെ എനിക്കുണ്ടായിരുന്നത് ഒരു 1.5 ഡീസലാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു വണ്ടികളുടെ ഗണത്തിൽ ഇല്ലാതെ വരുന്നൊരു വണ്ടി, അല്ലെങ്കിൽ എനിക്ക് വാങ്ങേണ്ടിയിരുന്നൊരു വണ്ടി എന്ന് പറയുന്നത് ഒരു ടർബോ പെട്രോൾ ആയിരുന്നു. ഒരു പുതിയ ടർബോ പെട്രോൾ വാങ്ങുക എന്ന് പറഞ്ഞാൽ ഹുണ്ടായി വെന്യൂ പോലുള്ള വണ്ടികൾ, അല്ലെങ്കിൽ ഒരുപാട് ടർബോ പെട്രോൾ നമുക്കുണ്ട്, നിസാൻ മാഗ്നൈറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞത് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ ഒരു വണ്ടിയായിട്ട് കമ്പാരിസന് വേണ്ടിയല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ 1 ലിറ്റർ കൈലാക്ക്, 1 ലിറ്റർ കുശാക്ക്, ഓക്കെ, ഒരുപാട് വണ്ടികളുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ഒരു ബഡ്ജറ്റിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഒരു കാശിന് കിട്ടി ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റിയ ഒരു ഓട്ടോമാറ്റിക് ടർബോ പെട്രോൾ നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന വണ്ടികൾ ഒന്ന് റാപ്പിഡും ഒന്ന് വെൻഡോയുമാണ്. ഞാൻ വെൻഡോയിലെത്താൻ കാരണം ഫോക്സ് വാഗണാണ് എനിക്ക് കുറച്ചുകൂടി വേണമെന്ന് തോന്നിയത് എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഇതൊരു അത്യാവശ്യം നല്ല വാല്യൂ ആയിട്ട് കിട്ടും ചെയ്തതിന് കാരണങ്ങളുണ്ട്. ഞാൻ വാങ്ങിയത് ഒരു ബ്രോക്കൺ കാറായിരുന്നു. അതായത് ഈ വണ്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് പെയിൻ്റ് ആയിരുന്നു. ഇതിൻ്റെ പെയിൻറ്റ് സ്ക്രാച്ച് എല്ലായിടത്തും ഉണ്ടായിരുന്നു. ആ സ്ക്രാച്ച് എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുമ്പോൾ ഇതിന് ബമ്പർ മോശമായിരുന്നു, ബാക്കിലെ ആ ഒരു ബമ്പർ
മോശമായിരുന്നു, ബോണറ്റിൽ ഡെൻറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെ ഒരു ലേഡി ഡ്രൈവർ ഓടിച്ചതിൻ്റെ പ്രശ്നങ്ങളാണ് എന്നാണ് ഞാൻ വാങ്ങുമ്പോൾ എനിക്ക് എൻ്റെ വണ്ടിയുടെ ഒരു പ്രീവിയസ് ഓണർ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത്. പിന്നെ അതിന് സ്റ്റിയറിംഗ് നല്ല അടിയിലായിരുന്നു. ഈ വണ്ടി ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നൊട്ടോറിയസ് സ്റ്റിയറിംഗ് റാക്കാണ്. ഈ സ്റ്റിയറിംഗ് റാക്ക് നമ്മുടെ റോഡിന് പറ്റിയതേ അല്ല. അത് ഇടയ്ക്കിടയ്ക്ക് ഇടുന്നു പോയിരുന്നു. അപ്പോൾ അത് വാങ്ങിയപ്പോൾ കടകടാ സൗണ്ട് വണ്ടിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു പ്രശ്നമായിട്ട് ഞാൻ കണ്ടായിരുന്നു. പിന്നെ ഈ സ്റ്റാക്കില്ലേ, ഇത് കോമ്പിനേഷൻ സ്വിച്ചുള്ള സ്റ്റാക്ക്, അതിന് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഇഷ്യൂസ് കൊണ്ട് തന്നെ ആവണം എനിക്കൊരു സ്വീറ്റ് സ്പോട്ടിൽ ഈ വണ്ടി വാങ്ങാൻ പറ്റിയതും. വണ്ടി വാങ്ങിയിട്ട് ആദ്യത്തെ കുറേ ദിവസങ്ങൾ ഞാൻ ഇതൊന്നും നോക്കാതെ ഒന്നും ശ്രദ്ധിക്കാതെ ഓടിക്കണ്ടായി. അതായത് സ്റ്റിയറിംഗിന് സൗണ്ട് ഉണ്ടായിക്കോട്ടെ, ഹെഡ്ലൈറ്റ് കത്തണ്ട, രാത്രി ഓടിക്കണ്ട, പ്രശ്നം കഴിഞ്ഞില്ലേ, അതല്ലെങ്കിൽ പെയിൻറ്റിൻ്റെ പ്രശ്നം, ഓക്കെ, ആളുകളെ കാണിക്കുന്നില്ല, അങ്ങനെ ഓടിച്ചിരുന്നു. ആ സമയത്താണ് ഈ വണ്ടിയുടെ അന്നത്തെ കണ്ടീഷൻ വെച്ചിട്ടാണ് ഈ വണ്ടിയുടെ വീഡിയോ വിവേക് ജി ഉണ്ടാക്കിയത്. വിവേക് വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുക്കാം. വെൻഡോനെ കുറിച്ചും പോളോയെ കുറിച്ചും ഈ ഒരു എഞ്ചിനെ കുറിച്ചും ഈ ഗിയർ ബോക്സിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയണമെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടാൽ മതി. ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കാൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പുള്ളി പറയുന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ടാണ് ആ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ, ഈ വണ്ടിയുടെ ഹണ്ടിങ്ങിനും അല്ലെങ്കിൽ ഈ വണ്ടി വാങ്ങാനൊക്കെ എന്നെ സഹായിച്ചത് ഉപയോഗിച്ചാണല്ലോ, അറിയാലോ. അപ്പോൾ എന്തായാലും പുള്ളി ആദ്യം ഈ വീഡിയോ ഉണ്ടാക്കി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിനക്ക് ആദ്യം വീഡിയോ ചെയ്യണമെന്നുണ്ടോ, നിൻ്റെ ചാനൽ കാണിക്കുന്നുണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, കാരണം ആളുകൾക്ക് ഇങ്ങനൊരു വണ്ടി ഒരു വിലയ്ക്ക് കിട്ടുമെന്ന് അറിയാനാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ ചെയ്തു. കാരണം നമുക്ക് എക്സ്ക്ലൂസിവിറ്റിയോട് വലിയ താല്പര്യമൊന്നുമില്ല. നമ്മുടെ പ്രേക്ഷകർ എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോസ് കാണാൻ വേണ്ടി കാത്തിരുന്ന ആൾക്കാരാണ്. അവർ നമ്മൾ വീഡിയോ എപ്പോഴും ആ സമയത്ത് കണ്ടോളുന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. ആ വിശ്വാസം പലപ്പോഴും എനിക്ക് തെറ്റും അല്ലെങ്കിൽ തെറ്റിക്കലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ ചെയ്തോ, നിങ്ങൾ ചെയ്തിട്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് ആ ഒരു വീഡിയോ ചെയ്യേണ്ടത്. ആ വീഡിയോ നിങ്ങൾക്ക് അവിടെ കാണാം. EA111 എന്നാണ് ഈ ഒരു എഞ്ചിൻ്റെ കോഡ്. അതായത് 1.2 ലിറ്റർ ഈ ഒരു എഞ്ചിൻ്റെ കോഡ്. ഇത് DOHC അല്ല, ഇത് HOHC എഞ്ചിനുള്ള വണ്ടിയാണ്. അതായത് സിംഗിൾ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റുള്ള വണ്ടിയാണ്, അല്ലെങ്കിൽ എഞ്ചിനാണ്. വണ്ടി എന്ന് പറയാൻ പറ്റില്ല, എഞ്ചിനാണ്. ഇതിൻ്റെ പുതിയ ഒരു എഞ്ചിൻ തലമുറയാണ് EA211. അത് ഇവോ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിപ്പെട്ട എഞ്ചിനാണ്. ആ എഞ്ചിനാണ് മെക്കാനിക്കലി ഈ ഒരു എഞ്ചിനേക്കാളും നല്ലത്. അതിന് കാരണം എന്ന് പറയുന്നത് ടർബോയുടെ പ്ലേസ്മെൻറ്റ്, അതല്ലെങ്കിൽ ഹീറ്റ് ഷോക്കിൻ്റെ കുറവ്, അതല്ലെങ്കിൽ അതിന് ഇൻ്റർകൂളർ വന്നു എന്നുള്ളത്. ഇതിന് ഇൻ്റർകൂളർ ഇല്ല, അതിന് ചാർജ് കൂളറാണ്. ഓക്കെ, ഇൻ്റർകൂളറിൻ്റെ വേറൊരു പേരാണ് ചാർജ് കൂളർ. എന്നാലും ഇതിൻ്റെ കൂളർ എന്ന് പറയുന്നത് എയറിൻ്റെ കൂടെ കൂടി ചേർന്നതിനാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഹീറ്റ് ഷോക്ക് എന്ന് പറയുന്ന പ്രശ്നമുണ്ട്. പ്രശ്നമല്ല, ഇപ്പോൾ നമ്മൾ ട്രാക്കിൽ ഓടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറേ നേരം പൊളിച്ച് ഓടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പവർ ഡ്രോപ്പ് ആയ ഒരു ഫീൽ ഉണ്ടാവും. ആ ഒരു ഫീൽ നമുക്ക് കിട്ടില്ല. കാരണം നമ്മൾ അത്രയും പൊളിച്ച് ഓടിക്കുന്ന ഒരാളല്ല. നമ്മൾ എപ്പോഴേലും പൊളിക്കും, ഒന്നോ രണ്ടോ വട്ടം ബസ് ചെയ്ത് നിർത്തും, അങ്ങനെയുള്ളൂ. അപ്പോൾ നമുക്കത് ഫീൽ ചെയ്യില്ല. പക്ഷേ ഒരു ട്രാക്കിൽ കൊണ്ട് ഓടിക്കാണെങ്കിൽ പൊളിച്ച് മാട്ടപ്പൊളി പൊളിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പവർ ഡ്രോപ്പ് ഫീൽ ചെയ്യും. അത് ഈ ഒരു എഞ്ചിൻ്റെ ഒരു സ്വഭാവമാണ്, ക്യാരക്ടറാണ്. പിന്നെ DSG എന്ന് പറയുന്നത്, ഓക്കെ, ടർബോയുടെ കാര്യം ഒന്നുകൂടി പറയാം. ഒരു ചെറിയ ടർബോ ആണ്, വലിയ ടർബോ അല്ല. ആ ഒരു ടർബോയും ഈ ഒരു 1.2 ലിറ്റർ എഞ്ചിനും കൂടി ചേർന്നിട്ട് 105 ഹോഴ്സ് പവർ ആണ് ഈ വണ്ടിക്കുള്ളത്. 105 ഹോഴ്സ് പവറും 175 ന്യൂട്ടൺ മീറ്ററും ടോർക്കുമാണുള്ളത്. അപ്പോൾ ഈ രണ്ട് നമ്പറുകളും നമുക്ക് തോന്നുമ്പോൾ ഇംപ്രസീവായിട്ട് തോന്നും. കാരണം 100 bhp ഡീസലിന് 105 bhp പെട്രോൾ എന്ന് പറയുമ്പോൾ ഓക്കെ, അത് നല്ലതാണ്. കൂടാതെ 7 സ്പീഡ് DSG എന്ന് പറയുന്നത് മാനുവൽ മോഡ് 2 ഡൗൺ ചെയ്തു 6, 5, 4, 3. ഓക്കെ, ഒരു ഹൈ റേവിംഗ് പെട്രോൾ എഞ്ചിൻ, ഒരു ഹൈ റേവിംഗ് ടർബോ പെട്രോൾ എഞ്ചിൻ എന്നതിൻ്റെ ആവശ്യമായിരുന്നു. ഞാൻ 800 ഓടിച്ചിട്ടുണ്ട്, 800 cc 3 സിലിണ്ടർ. അത് കഴിഞ്ഞ് ഞാൻ ഓൾട്ടോ ആക്കി, സ്റ്റിൽ 800 cc 3 സിലിണ്ടർ. അത് കഴിഞ്ഞ് ഞാൻ മേടിക്കുന്ന ഒരു പെട്രോൾ കാർ, നല്ല പെട്രോൾ കാർ, അത് ഹോണ്ട സിറ്റിയാണ്. നാനോ ഞാൻ കമ്പയർ ചെയ്യുന്നില്ല, കാരണം നാനോ ഒരു 2 സിലിണ്ടർ എഞ്ചിനായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 1.5 ജിംനി. ഓക്കെ, ഇതൊക്കെയും നാച്ചുറൽ ആസ്പിറേറ്ററാണ്. നമുക്ക് ടർബോ പെട്രോൾ ഉണ്ടായിട്ടില്ല. ഡീസൽ പിന്നെ ടർബോ ഡീസലാണ്, അതുകൊണ്ടൊന്നും പറയാനില്ല. അപ്പോൾ ആ ഒരു ടർബോ പെട്രോൾ വാങ്ങുക എന്നുള്ള ആഗ്രഹം ഞാൻ ഈ ഒരു വെൻഡോയിലൂടെ സാധിച്ചെടുക്കേണ്ടത്. പിന്നെ ഒരു ജർമ്മൻ കാറിലേക്കുള്ള ഒരു കടന്നു കയറ്റും. അപ്പോൾ ജർമ്മൻ കാറുകൾ ഏതൊക്കെ കാറുകൾ ഞാൻ സെർച്ച് ചെയ്തു എന്നുള്ളതും ഏതൊക്കെ കാറുകൾ നോക്കി എന്നുള്ളതൊക്കെ കഴിഞ്ഞ എപ്പിസോഡിലുണ്ട്. ആ എപ്പിസോഡിൽ ഞാൻ വണ്ടി ഏതാണെന്ന് പറയാതിരുന്നു. എനിക്ക് ആ ഒരു വണ്ടി റിവീൽ ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റിലേക്ക് ഈ വണ്ടി എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതിന് കുറച്ച് പണി ഉണ്ടായിരുന്നു. ഈ പണി എന്ന് പറയുമ്പോൾ ഇനി പണികളിലേക്കാണ് പോകുന്നത്. പണി എന്ന് പറയുമ്പോൾ ആദ്യമേ ഞാൻ പേടിച്ചു പോയി. അതായത് ജർമ്മൻ കാർ ജർമ്മൻ വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിക്കണം, അല്ലെങ്കിൽ ഓതറൈസ്ഡ് സർവീസ് സെൻ്റർ കൊണ്ട് കാണിക്കണം. അപ്പോൾ അതിന് ഒരുപാട് കോസ്റ്റ് ആവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ എന്ന് പറയുന്നത് കസിൻ ബ്രദറാണ്. പുള്ളി മൈ കാർ എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് വർക്ക്ഷോപ്പ്, മൾട്ടി ബ്രാൻഡ് വർക്ക്ഷോപ്പ് നടത്തുന്ന ആളാണ്. കുളപ്പുള്ളി, പാലക്കാട് ജില്ലയിലെ കുളപ്പുള്ളിയിലാണ്. പുള്ളി എന്നോട് പറഞ്ഞു, നീ വണ്ടി കൊണ്ടുപോകാം, നമുക്ക് നോക്കാം. അതായത് അത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല അത്. ഞാൻ പണ്ട് ഫോർഡിലും അല്ലെങ്കിൽ ഞങ്ങളിലൊക്കെ സൗദിയിലൊക്കെ വർക്ക് ചെയ്താണ്. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ചൊരു ബേസിക് ഐഡിയ ഒക്കെ ഉണ്ട്. നീ വണ്ടി കൊണ്ടുപോകാൻ തുടങ്ങും. അപ്പോൾ ഞാൻ ഈ വണ്ടി എടുത്തിട്ട് നേരെ ചേട്ടൻ്റെ അടുത്താണ് പോകുന്നത്. അപ്പോൾ ചേട്ടൻ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഓക്കെ, നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ ബുഷ് അടിക്കാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് ഫ്ലൂട്ട്സൊക്കെ മാറ്റണം, നീ ഇതിൻ്റെ ഫ്ലൂട്ട്സൊക്കെ വാങ്ങിയിട്ട് വാ, അല്ലെങ്കിൽ ഫ്ലൂട്ട്സൊക്കെ വാങ്ങിയിട്ട് വന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ നേരെ ഇത് എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ചപ്പോൾ ഇത് കൗണ്ടർ സെയിലുണ്ട് ഫോക്സ് വാഗണിൽ. അങ്ങനെ ഫോക്സ് വാഗണിൽ വിളിച്ചു, കൗണ്ടർ സെയിലിൽ പോയി എഞ്ചിൻ ഓയിൽ, ഗിയർ ഓയിൽ, മെക്കാട്രോണിക്സ് ഓയിൽ ഇത് വാങ്ങി, സ്റ്റിയറിംഗ് റാക്ക് വാങ്ങി, പിന്നെ ബ്രേക്ക് പാഡ് അസംബ്ലി വാങ്ങി. എല്ലാം കൂടെ വാങ്ങാന്ന് പറയുമ്പോൾ സ്റ്റിയറിംഗ് റാക്കിന് അവിടെ മാറുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 20,000 രൂപയുടെ മുകളിലാണ് ചിലവ്. നമുക്ക് വാങ്ങാം 11,000 സംതിങ് നമുക്ക് റാക്ക് കിട്ടും. എഞ്ചിൻ ഓയിൽ എന്ന് പറയുന്നത് നമുക്ക് ഷെല്ലിൻ്റെ ഓയിൽ ഒഴിച്ചാൽ മതി, അതിന് 2,000 രൂപ, 2,500 രൂപ. ഓക്കെ, ഗിയർ ഓയിൽ എന്ന് പറയുന്നത് 2 ബോട്ടിൽ 1 ലിറ്ററിൻ്റെ 4,000 രൂപ. നമ്മുടെ
മെക്കാട്രോണിക്സിൻ്റെ ഓയിലിനൊരു 1900 രൂപ, ബ്രേക്ക് പാഡിന് 1900 രൂപ. 1900 രൂപ എന്ന് പറയുമ്പോൾ ബ്രേക്ക് പാഡിൽ എല്ലാം ഉണ്ട്. എല്ലാം എന്ന് പറയുമ്പോൾ ആ ഒരു ബ്രേക്ക് പാഡിൻ്റെ ആ പുതിയ ബോൾട്ടുകളും അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ സംവിധാനവും ഉണ്ട്. ഒന്നും നമ്മൾ പുറത്ത് വേണ്ട കാര്യമില്ല. അതായത് ആ ഒരു പഴയത് ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ്. ഇത്രയും സാധനങ്ങൾ ഞാൻ വാങ്ങി വീണ്ടും വണ്ടി എടുത്ത് കുളപ്പുള്ളി പോയി. ഓക്കെ, ഈ കുളപ്പുള്ളി പോക്ക് തിരിച്ചു വരാൻ ഡ്രൈവ് കേട്ടോ. 1000 കിലോമീറ്ററോളം ഞാൻ ഓൾറെഡി ഓടിച്ചിട്ടുണ്ട് ആ പണിക്ക് മുമ്പേ. അവിടെ കൊണ്ടുപോയി രാവിലെ പോയി ഞാൻ വണ്ടി ലിഫ്റ്റ് കയറ്റിയിട്ട് നമ്മൾ ആദ്യം ചെയ്ത് ബ്രേക്ക് പാഡ് മാറാനുള്ളതാണ്. ബ്രേക്ക് പാഡ് മാറാനായിട്ട് അധികം സമയം നിർത്തില്ല. വീലഴിച്ചു, ബ്രേക്ക് പാഡ് മാറി. അതുപോലെ ബാക്കിലെ ഡ്രമ്മിൽ കുറച്ച് തുരുമ്പുണ്ടായിരുന്നു, പെയിൻറ്റ് ചെയ്തു. അടിഭാഗമൊക്കെ നോക്കി വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളില്ല, റെസ്റ്റില്ല, വണ്ടി ക്ലീൻ കണ്ടീഷനാണ്. അപ്പോൾ സമാധാനമായി. അണ്ടർബോഡി കൂട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു വേണ്ട, ജർമ്മൻ കാറില്ല, അതൊന്നും വേണ്ട, അതൊന്നും വെച്ചില്ല, അണ്ടർബോഡി കൂട്ടിയുടെ കാര്യമില്ല പറഞ്ഞു. ഓക്കെ, അങ്ങനെ അത് മുഴുവൻ മാറി ഞങ്ങൾ ചെയ്തു, നോക്കിയിട്ട് ഇരുന്നു. പിന്നെ ഡിസ്കഷൻ വന്നു, നമുക്ക് ബുഷ് അടിക്കണോ വാങ്ങണോ പുതിയ റാക്ക്. അപ്പോൾ ഓൾറെഡി ഞാൻ വാങ്ങിയിട്ടുണ്ട്, ഡിക്കിയിൽ സാധനമുണ്ട്. അപ്പോൾ ബുഷ് അടിച്ചാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. ബുഷ് അടിക്കാനായിട്ട് നമുക്കൊരു 3000-3500 ചിലവുണ്ട്. അത് നല്ല ലെയ്ത്ത് കൊടുത്ത് ചെയ്യണം. അതായത് ഒരുപാട് ലെയ്ത്തുകളുണ്ട് ചെയ്യുന്നത്. പക്ഷേ അവരൊക്കെ ചെയ്യുന്നത് പെട്ടെന്ന് കേടുന്നു പോകുന്ന ലെയ്ത്തുകളിൽ പോയി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പണിയാവും. അതല്ല, വൃത്തിയായിട്ട് ചെയ്യുന്ന ലെയ്ത്തുകൾ കണ്ടുപിടിച്ച് ചെയ്യണം. പട്ടാമ്പിൽ അങ്ങനെ ലെയ്ത്ത് ഉണ്ടെന്ന് ചേട്ടൻ പറഞ്ഞു, കൂടെ കൊണ്ടുപോയി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഈ സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ട്, നമുക്ക് ഫിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ അത് അഴിച്ചു, അല്ലെങ്കിൽ ഡിക്കിന്ന് എടുത്ത് അടിയിൽ നോക്കിയപ്പോൾ 4 ബോൾട്ട്, അതായത് 2 ബോൾട്ട് സ്റ്റീറിംഗ് റാക്കിൻ്റെയും സ്റ്റീറിങ്ങിൻ്റെ മുകളിൽ താഴേക്ക് വരുന്നൊരു ബോൾട്ടും പിന്നെ ആ സ്റ്റേ ഒക്കെ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ആ ഒരു ക്രോസ് ബാർ നല്ല പറയാം, ആ അടിയുള്ള ആ ഒരു പീസിൽ അതൊക്കെ ഒന്ന് ലൂസാക്കണം. അത്ര ഉള്ള ലൂസാക്കി അത് അഴിച്ചെടുത്തു. ഈ ഒരു റാക്ക് വെച്ചു, ഫിറ്റ് ചെയ്ത് സ്റ്റീറിങ്ങും വെച്ച് വീലും ഇട്ട് നമ്മൾ ആ ഒരു മെക്കാനിക്കൽ പാർട്ട് ശരിയാക്കി. പിന്നെയാണ് ഓയിൽ മാറേണ്ട കാര്യം. എഞ്ചിൻ ഓയിൽ മാറാൻ എല്ലാം ഈസിയാണ്, ഗിയർ ഓയിൽ മാറാനും വലിയ ബുദ്ധിമുട്ടില്ല, എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ മെക്കാട്രോണിക്സിന് ഓയിൽ മാറാന്ന് പറയുന്നത് ജർമ്മൻ അല്ലെങ്കിൽ ജർമ്മൻ വർക്ക്ഷോപ്പുകളിൽ മാത്രം സ്പെസിഫൈഡ് ടൂൾ അല്ലെങ്കിൽ ആ ഒരു സ്പെഷ്യലൈസ്ഡ് ടൂൾസ് കൊണ്ട് മാത്രം ചെയ്യുന്ന കാര്യമാണെന്നൊക്കെയാണ് നമ്മൾ കേട്ടേക്കുന്നത്. നമ്മൾ ബുഗാട്ടിയുടെ ഒരു പുതിയ ഒരു സീരീസ് നടക്കുന്നുണ്ട്, ബുഗാട്ടി വേറോൺ പണിയുന്നത്. അതിൽ പറഞ്ഞ പോലെ ഇത് ചെയ്യാൻ ബുഗാട്ടിക്ക് മാത്രമേ വീട്ടിൽ പോരില്ല, അതുപോലെ ഇത് ചെയ്യാൻ ജർമ്മൻ വർക്ക്ഷോപ്പുകൾ മാത്രമേ വീട്ടിൽ പോരില്ല, ആ ഒരു കാര്യമൊക്കെ. അപ്പം നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ, നമ്മൾ ഗിയർ ബോക്സിൻ്റെ ഓയിൽ അയക്കാൻ നോക്കിയപ്പോൾ ആ ഒരു ബോൾട്ട് ഊരാൻ കിട്ടില്ല, അത് ഭയങ്കര ടൈറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ആ ഒരു ബോൾട്ട് വാങ്ങി. 340 രൂപയോളം ബോൾട്ടിന് വിലയുണ്ട്. ആ ബോൾട്ട് വാങ്ങി, ആ ബോൾട്ട് കൊണ്ടുപോയി മറ്റേ ബോൾട്ട് നമ്മൾ അഴിച്ചെടുത്ത് ഈ ബോൾട്ട് ഫിറ്റ് ചെയ്യാന്നുള്ള ഉറപ്പിച്ചിട്ടാണ് നമ്മളത് ഊറ്റിയത്, ഗിയർ ഓയിൽ ഊറ്റിയത്. അപ്പോൾ ഗിയർ ഓയിൽ മുഴുവൻ അഴിച്ചു. ഗിയർ ഓയിൽ അഴിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു ഗിയർ ഓയിൽ ഊറ്റിയെടുത്തു. അതിനുശേഷം ഈ പുതിയ ബോൾട്ട് ടൈറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഗിയർ ഓയിൽ ഒഴിക്കാൻ നോക്കുമ്പോൾ ഹാൻഡ് പമ്പ് വേണം, അതല്ലെങ്കിൽ ഇലക്ട്രോണിക് പമ്പ് വേണം, അങ്ങനെയൊക്കെ അല്ലേ. ഒന്നുമില്ല, ഇവർ ചേട്ടൻ്റെ വർക്ക്ഷോപ്പിൽ അവരെന്ത് ചോദിച്ചാൽ ആ ഗിയർ ഓയിലിൻ്റെ ബോട്ടിൽ ഒരു ഹോൾ ഇട്ട് അതിലേക്ക് പൈപ്പ് പാസ് ചെയ്തിട്ട് ആ പൈപ്പ് അങ്ങോട്ട് ബൈപ്പാസ് ചെയ്ത് അതിനകത്തേക്ക് വെച്ചിട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്തിട്ട് ഒരു പമ്പ് ആണെന്നുള്ള നിലയ്ക്ക് ആ പമ്പ് ചെയ്ത് അത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തു, ഗിയർ ഓയിൽ ഫില്ല് ചെയ്തു. അങ്ങനെ തന്നെ ചെയ്യാനാണ് മെക്കാട്രോണിക്സ് വിചാരിച്ചത്. പക്ഷേ മെക്കാട്രോണിക്സിൻ്റെ ഓയിൽ അയക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ബാറ്ററി അയക്കണം, എയർ ഫിൽറ്ററും ബാറ്ററി മാത്രം അയച്ചാൽ പോരാ, സ്റ്റാർട്ടർ മോട്ടർ, അതായത് സെൽഫ് മോട്ടർ കൂടെ അയക്കണം. എന്നാലും കുഴപ്പമില്ല, നമുക്ക് മെനക്കെടാന്ന് വിചാരിച്ച് നമ്മൾ സെൽഫ് മോട്ടർ അയച്ചു. എല്ലാം അയച്ചിട്ട് നമ്മൾ അത് കൂടെ ആ ഒരു മെക്കാട്രോണിക്സിൻ്റെ ഓയിൽ ഊറ്റിയെടുത്തതിന് ശേഷം ആ ചെറിയൊരു ഹോള് കണ്ടുപിടിച്ച് ആ ഹോളിലേക്ക് നമ്മൾ ഇതേ പൈപ്പ് പാസ് ചെയ്ത് മെക്കാട്രോണിക്സിൻ്റെ ഓയിൽ നമ്മൾ അതിനകത്തേക്ക് ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, സംഭവം സിമ്പിളാണ്, ഒന്നുമില്ല, ആ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്താൽ മതി എന്നുള്ളേ ഉള്ളൂ. ആകെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ടോർക്ക് റെഞ്ച് വേണം. അതായത് അവർ പറയുന്ന ആ ന്യൂട്ടൺ മീറ്ററിലേക്ക് സ്പെസിഫൈഡ് ടോർക്കിലേക്ക് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അതാണ് ഇതിൻ്റെയൊക്കെ കാര്യം. അതിപ്പോൾ സ്റ്റീറിംഗ് റാക്കാവട്ടെ, ഗിയർ ഓയിലിൻ്റെ ആ ഒരു ബോൾട്ടാവട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ എൻജിൻ ഓയിലിൻ്റെ ആ ഒരു താഴത്തെ ബോൾട്ടാവട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ മെക്കാട്രോണിക്സിൻ്റെ ആ ഒരു റിമൂവിങ് ബോൾട്ടാവട്ടെ, എല്ലാം നമ്മൾ സ്പെസിഫൈഡ് ടോർക്കിലേക്ക് ടോർക്ക് റേഞ്ച് വെച്ച് ടോർക്ക് ചെയ്യണം. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ജർമ്മൻ എല്ലാ കാറുകളുടെയും ഗുണം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഫോക്സ്വാഗൺ, എനിക്കൊരു വെബ്സൈറ്റ് കിട്ടിയിട്ടുണ്ട്, ഫോക്സ്വാഗണിൻ്റെ എല്ലാ കാര്യങ്ങളും, ഫ്യൂസ് മുതൽ അങ്ങോട്ട് എത്ര ടോർക്ക് വേണം, എത്ര ടോർക്കിലാണ് നമ്മൾ ടൈറ്റ് ചെയ്യേണ്ടത്, വീൽ ടോർക്ക് വരെ ഉള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വെബ്സൈറ്റ് നമ്മുടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനകത്ത് നോക്കിയിട്ട് നമ്മൾ ടോർക്ക് റേഞ്ച് ഉപയോഗിച്ച് ഇതൊക്കെ ടോർക്ക് ചെയ്ത് ആ ഒരു കണക്കിലേക്ക് ആക്കി. അങ്ങനെയാണ് നമ്മളിതിൻ്റെ മെയിൻ്റനൻസ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, ബാക്കിലെ ഡ്രം അയച്ചു നോക്കി. ഡ്രമ്മിൻ്റെ ഉള്ളിലെ പാഡൊന്നും ഒന്നും ആയിട്ടില്ല, അത് 52 കിലോമീറ്റർ സ്പീനറ്റ്, അതൊന്നും ആയിട്ടില്ല. അപ്പോൾ ആ ഒരു സംഗതി ഞാനിപ്പോൾ പെയിൻ്റ് അടിച്ചു, ബ്ലാക്ക് പെയിൻ്റ് അടിച്ചു. പിന്നെ എഞ്ചിൻ ഓയിൽ മാറിയ കഥ പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഏറ്റവും എളുപ്പത്തിൽ എഞ്ചിൻ ഓയിൽ ഫിൽറ്റർ മാറാൻ തക്കവണ്ണം എളുപ്പമായ ഒരു എഞ്ചിൻ കൂടെയാണ്, എഞ്ചിനിലാണ് അതിൻ്റെ ആ ഒരു ഓയിൽ ഫിൽറ്റർ കൈ കൊണ്ട് ഊരിയെടുക്കാം, അത്ര മുകളിലായിരിക്കുന്നത്. അത് ഊരിയെടുത്തു, ഓയിൽ ഫിൽറ്റർ മാറി. ഓയിൽ ഫിൽറ്റർ ഞാൻ ഇവിടുന്ന് ഫോക്സ്വാഗൺ കൗണ്ടർ സെയിലുണ്ട്. അതിനുശേഷം എനിക്ക് ചെയ്യേണ്ടിയിരുന്നത് ഇതിൻ്റെ കോസ്മെറ്റിക് അപ്ഡേറ്റ്സ് ആയിരുന്നു. എന്ന് വെച്ചാൽ ബമ്പർ പെയിൻറ്റ് ചെയ്യണം, ഡെൻ്റ് എടുക്കണം, അതിനുശേഷം ഒന്ന് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ക്ലീൻ ചെയ്ത് പോളിഷ് ചെയ്യണമായിരുന്നു. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ നേരെ നമ്മുടെ വിനോദേട്ടനെ വിളിച്ചു. നിങ്ങൾക്കറിയാലോ, നമ്മുടെ കാർ ആക്സിഡൻറ്റ് വിനോദേട്ടനെ വിളിച്ചു. പുള്ളി പറഞ്ഞു വിഷയമില്ല മോനെ, നമുക്ക് ചെയ്യാൻ ആളുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പെയിൻറ്റ് ചെയ്യാനും ഡീറ്റെയിലിങ്ങിനുമായിട്ട് വണ്ടി കാർ വെയർ കൊണ്ടുകൊടുത്തു. അങ്ങനെ വിനോദേട്ടൻ എന്നോട് പറഞ്ഞു നമുക്കൊരാളുണ്ട്,
തൃപ്പൂണിത്തുറ തിരുവാങ്കുളത്ത് രൂപേഷ് ഏട്ടൻ. അപ്പോൾ രൂപേഷ് നവീനേട്ടൻ പറഞ്ഞു, ഞാൻ രൂപേഷ് ഏട്ടൻ പറഞ്ഞു അത്രേ ഉള്ളൂ. അവിടെ പോകാമെന്ന് പറഞ്ഞു. നേരെ കാറും എടുത്ത് അവിടെ പോയി. അവിടെ മൾട്ടി ബ്രാൻഡ് പെയിൻറ്റിങ് വർക്ക്ഷോപ്പാണ്. അതായത് സകല കാറുകളുണ്ട്. മെഴ്സീഡീസ് ബെൻസ് ഉണ്ട്, BMW ഉണ്ട്, പോളോ GTI ഉണ്ട്, ഒരുപാട് വണ്ടികളുണ്ട്. അവിടെ കൊണ്ടുപോയി വണ്ടി കൊടുത്തു. വണ്ടി കൊടുത്ത പുള്ളി പറഞ്ഞു ഇത് ഞാൻ ശരിയാക്കാം, കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി അടിക്കുന്ന പെയിൻറ്റുകളുടെ കാര്യം പറഞ്ഞു. ഇതിങ്ങനെയാണ് അടിക്കുന്നത്, പ്രീമിയം കാറുകളുടെ പെയിൻറ്റിംഗ് ആണ്, നമുക്ക് വൃത്തിയായിട്ട് ചെയ്യാനുണ്ട്, കുറച്ച് സമയം തരണം, വണ്ടി വിട്ടിട്ട് പോകണം, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വിളിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഒരു ശല്യപ്പെടുത്തരുത്. ശരി രൂപേഷ് ഏട്ടാന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടി അവിടെ കൊടുത്തിട്ട് വിനോദൻ്റെ വണ്ടി കയറി ഞങ്ങൾ തിരിച്ചു പോന്നു. അവിടുന്ന് അങ്ങോട്ട് നമ്മളാണല്ലോ അറിയാലോ, അവിടുന്ന് അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കും എന്തായാലും രൂപേഷ് ഏട്ടാ വിളിച്ചു ചോദിക്കും. അപ്പോൾ പുള്ളി പറഞ്ഞു ആയിട്ടില്ല പറയും. അങ്ങനെ പെയിൻറ്റിങ്ങിൻ്റെ അപ്ഡേറ്റൊക്കെ എനിക്ക് ഫോട്ടോ അയച്ചു തന്നു തുടങ്ങി, അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അങ്ങനെ അവസാനം പുള്ളിനോട് പറഞ്ഞു പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് പൊളിച്ചിട്ട് അത് നിർത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി വിനോദനെ വിളിച്ചു. വിനോദ നമുക്ക് പോകാം എന്ന് പറഞ്ഞു. വിനോദനെ അങ്ങനെ കൂട്ടിയിട്ട് നേരെ ഞാൻ അവിടെ പോയി രൂപേഷേട്ടനെ കണ്ടു, വണ്ടി കണ്ടു, തൃപ്തിയായി. കാരണം ഇതിൻ്റെ ഒരു പെയിൻറ്റിൻ്റെ കളർ എന്ന് പറയുന്നത് ടെറാ ബീച്ച് എന്നാണ്. അപ്പോൾ അത് കളറൊന്ന് മാച്ച് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ബുദ്ധിമുട്ടിയെന്ന് പറഞ്ഞു. പിന്നെ ഈ വണ്ടി എന്ന് പറയുന്നത് നമ്മൾ വാങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു ലേഡി ഓടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലേഡി ഓടിക്കുന്നത് കുഴപ്പമില്ല കേട്ടോ, ലേഡികൾ ഓടിച്ച വണ്ടികളെല്ലാം സ്ക്രാച്ച് ആവുന്നല്ല പറഞ്ഞു. ഈ വണ്ടിയുടെ പല പാനലുകളും പല കളറാണ്. ആ കളറുകളൊക്കെ ഒന്ന് മാച്ച് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുത്തു പറഞ്ഞു. നിനക്ക് വേണമെങ്കിൽ നമുക്ക് ഫുൾ പെയിൻറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ അങ്ങനെ വണ്ടിയല്ല വാങ്ങിക്കുന്നത്, നമുക്ക് ഓടിച്ച് ഫണ്ണായിട്ട് കൊണ്ടുനടക്കാൻ വേണ്ടിയിട്ടുള്ള വണ്ടിയാണ്, ഇത് ഫുൾ പെയിൻറ്റ് ചെയ്ത് കളർ മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി കളർ മാച്ച് ചെയ്തിട്ടാണ് ഫ്രണ്ട് ബമ്പറും റിയർ ബമ്പറും അല്ലെങ്കിൽ ബോണറ്റൊക്കെ പെയിൻറ്റ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പെയിൻറ്റിങ്ങിന് പറ്റിയ ഒരു വർക്ക്ഷോപ്പാണത്. ഐ റെക്കമെൻഡ് സ്ട്രോങ്ലി. കാരണം നിങ്ങളുടെ വണ്ടി പ്രീമിയം കാറാണ്, നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിൽ മാച്ച് ചെയ്യാനാണ് രൂപേഷേട്ടൻ്റെ അടുത്ത് പോയാൽ മതി, പുള്ളി അത് വൃത്തിയായിട്ട് ചെയ്തു തരും. അവിടുന്ന് നേരെ വിനോദം ഞാനും കൂടെ പോയി വണ്ടി എടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ നമ്മുടെ വണ്ടിയിൽ അടുത്ത സ്ഥലമായിട്ടുള്ള ഗ്ലാൻസെൻ്റെ, അതായത് കാർവെയർ ആക്സസറീസിൻ്റെ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ ആയിട്ടുള്ള ഗ്ലാൻസെൻ്റെയിലേക്ക് വണ്ടി കൊണ്ടുപോകുമ്പോൾ 2 ലക്ഷ്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ഇതിൻ്റെ ഫുൾ കളർ മാച്ചൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാലും ഒന്ന് പോളിഷ് ചെയ്തിട്ട് ഒന്ന് പുതിയതുപോലെ ആക്കണം. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇൻറ്റീരിയർ ക്ലീൻ ചെയ്ത് പക്കാ കൂട്ടപ്പനാക്കണം. ഈ 2 കാര്യങ്ങൾക്കുമാണ് വണ്ടിയോടെ കൊണ്ടത്. എനിക്ക് ജിംനി ചെയ്തിട്ട്, അതല്ലെങ്കിൽ ആസ്പെയർ ചെയ്തിട്ട്, അല്ലെങ്കിൽ മറ്റ് പല വണ്ടി ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉള്ളൊരു ഷോപ്പാണ് ഗ്ലാൻസെൻ്റെ. ഞാൻ അവർക്ക് വേണ്ടി റീൽസൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാം അവിടുത്തെ പണിക്കാരുടെ എക്സ്പെർട്ടൈസ് അറിയാം, ഏത് വണ്ടി കൊടുത്താലും അവർ വൃത്തിയാക്കി തരുന്ന അറിയാം. അങ്ങനെ ഗ്ലാൻസെൻ്റെയിൽ ഞാൻ വണ്ടി കൊണ്ടുപോയിട്ടു. എന്നിട്ട് ഞാൻ തിരിച്ചു പോന്നു. ഓക്കെ, ഗ്ലാൻസിൻ്റെ വണ്ടിയോട് തിരിച്ചു പോകും. പിന്നെ നമ്മൾ അടുത്ത വണ്ടിയായിട്ട് ട്രിപ്പ് പോകാനായിട്ട് നേരെ ധനുഷ്കോടി പോകാനായിട്ട് നയനസ് എടുത്ത് പോയി. അതുകൊണ്ട് പിന്നെ വണ്ടി എടുക്കാനായിട്ട് കുറച്ച് സമയമൊക്കെ കിട്ടി. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ വിനോദനെ വിളിച്ചു. വിനോദ എന്തായി കഥ എന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞു നീ വാ നോക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാനൊരു യൂബർ എടുത്ത് നേരെ അവിടെ പോകേണ്ടത്. അവിടെ പോയി നോക്കിയപ്പോൾ എൻ്റെ വണ്ടി കിടക്കുന്നുണ്ട് ഗ്ലീമിംഗ്ലി ന്യൂ ഫോക്സ്വാഗൺ വെൻഡോ TSI. മുന്നും നോക്കിയാലും പിന്നും നോക്കിയാലും സൈഡ് നോക്കിയാലും ഒക്കെ ലുക്കറായിട്ടുള്ളൊരു വണ്ടി, ക്ലീൻ ആയിട്ടുള്ളൊരു കാറ്. ഹാപ്പി, വെറും ഹാപ്പി അല്ല, ഹൈലി ഹാപ്പി. അങ്ങനെ വണ്ടി നോക്കാൻ നിൽക്കുമ്പോൾ എന്നോട് പറഞ്ഞു നീ പുറമല്ല നോക്കണം, നീ ആദ്യം ഇൻറ്റീരിയർ ഒന്ന് കയറി നോക്കുന്നു. ഇൻറ്റീരിയർ കയറി നോക്കിയപ്പോൾ ഇൻറ്റീരിയർ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഒരു വണ്ടി എല്ലാ വർഷവും ഡീറ്റെയിൽ എന്ന് ഞാൻ പറയും, അതല്ലെങ്കിൽ ഇങ്ങനെ 5 വർഷം കൂടുമ്പോൾ ഡീറ്റെയിൽ എന്ന് പറയും. ഇത് ഓൾമോസ്റ്റ് ഫ്രഷ്, ഫാക്ടറി ഫ്രഷിലേക്ക് അവർ ഡീറ്റെയിൽ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. സീറ്റുകൾ, ഹെഡ്ലൈനർ, ഡാഷ്ബോർഡ്, സ്റ്റിയറിംഗ് വീല് ഒക്കെ അങ്ങനെ കണ്ടതെല്ലാം വൃത്തിയായിട്ട് ചെയ്ത് പെയിൻറ്റ് പോളിഷ് ചെയ്ത്. ഞാൻ സെറാമിക് കോട്ട് ചെയ്ത് ചോദിച്ചില്ല, കാരണം എനിക്കറിയില്ല കോട്ട് ചെയ്തു. ചിലപ്പോൾ കോട്ട് ചെയ്യണമെങ്കിൽ എനിക്കത് വിഷയമല്ല, കാരണം അതൊരു പുതിയ വണ്ടിയല്ലോ. അങ്ങനെ കോട്ടൊക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ട് എനിക്ക് വണ്ടി അവർ ഇറക്കി തന്നു. ആ ഒരു വണ്ടി കൈ കിട്ടിയതിന് ശേഷമാണ് ഞാൻ തീരുമാനിച്ചത് ഇനിയാണ് നമുക്ക് നമ്മുടെ വണ്ടിയുടെ വീഡിയോ ചെയ്യേണ്ടത്, ഇനിയാണ് നമ്മുടെ വണ്ടിയുടെ വീഡിയോ നമ്മുടെ പ്രേക്ഷകർക്ക് കാണിക്കേണ്ടത്. കാരണം വണ്ടി വാങ്ങിയത് എങ്ങനെ, വണ്ടി വാങ്ങിയത് എന്തൊക്കെ ചെയ്യാം, ഒരു ജർമ്മൻ കാർ കൊണ്ടുവരാൻ എന്ത് ചിലവുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് വണ്ടിയുടെ പണിയൊക്കെ കഴിഞ്ഞ് വണ്ടി വൃത്തിയാക്കിയിട്ടാണ് ചെയ്യേണ്ടത്. സ്റ്റിൽ ഒരു പണി ബാക്കിയുണ്ട്. ഈ സംഭവം കേട്ടോ, ഈ ഹെഡ് ലാമ്പിൻ്റെ ഈ ഒരു സ്വിച്ച്, ഇത് കംപ്ലൈൻറ്റാണ്. ഇത് കോമ്പിനേഷൻ സ്വിച്ച് നമ്മുടെ ഒരു പഴയ വണ്ടികളുടെ പൊളിക്കുന്ന സ്ഥലത്ത് നിന്ന് പോയി മേടിച്ച് ഫിറ്റ് നോക്കി, അതും കംപ്ലൈൻ്റ് ആയിരുന്നു. ഇതെന്തായാലും പുതിയത് മേടിക്കും, 12,500 വില ഉണ്ട് ഇതിന്. അപ്പോൾ അത് വാങ്ങണോ വേണ്ടതെന്നുള്ള സംശയം നിൽക്കായിരുന്നു. കാരണം എവിടെയെങ്കിലും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു, സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, കിട്ടുകയാണെങ്കിൽ മേടിക്കാം, ഓക്കെ, അല്ലെങ്കിലും മേടിക്കാം. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഈ RC 350 ആക്കണമെന്ന് ആഗ്രഹമുണ്ട്, അത് ടച്ച് സ്ക്രീനുള്ള ആൻഡ്രോയിഡ് ഓട്ടോ ഉള്ള. പിന്നെ പാഡ് ഷിഫ്റ്റർ വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ വീലുകളൊന്നും മാറിയിട്ട് ഏറ്റവും ലാസ്റ്റ് വന്ന വെൻഡോയുടെ മൾട്ടിപ്പിൾ സ്പോക്സുള്ള വീലില്ലേ അതാക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതൊക്കെ അപ്ഗ്രേഡ്സ് ആണ്, അതൊക്കെ കമ്മിങ് ഡേയ്സിൽ ചിലപ്പോൾ ചെയ്തെന്ന് വരും, അതിന് ചെയ്തില്ല തന്നെ വരും. ഈ വണ്ടി ഓടിക്കാനായിട്ട് എനിക്ക് പാഡ് ഷിഫ്റ്റർ വേണമെന്ന് വെച്ചാൽ മേൽ മോഡാക്കി 5, 4, 3, 2 പാഡ് ഷിഫ്റ്ററിന് ആവശ്യമില്ല എന്ന് തോന്നുന്ന വിധത്തിലാണ് ഇതിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇതിന് DSC അല്ലേ, ഇത് DQ200 അല്ലേ, അപ്പോൾ DSCയെ കുറിച്ച് എനിക്ക് വറിയൊന്നുമില്ലേ? ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. ഈ വണ്ടിക്ക് മെക്കാട്രോണിക്സ് ചേഞ്ചിങ് നടന്നിട്ടുണ്ട്. അതായത് ഇതിന് 30,000 കിലോമീറ്ററിലോ 40,000 കിലോമീറ്ററിലോ ഒരിക്കൽ ഇതിൻ്റെ ഒരു ഗിയർ ഷിഫ്റ്റ് ആവാതായി. രണ്ടാമത്തെ ഗിയറിൽ ലോക്കായി എന്നാണ് പഴയ ഓണറിനോട് പറഞ്ഞത്. രണ്ടാമത്തെ ഗിയർ ലോക്കായി, മൂന്നാമത്തെ ഗിയർ വീഴുന്നുണ്ട്, പക്ഷേ രണ്ടാമത്തെ ഗിയർ ഏതൊക്കെ ഗിയർ വീഴുന്നില്ല, അതാണ് വന്നതെന്ന് പറഞ്ഞു.
അങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ പുള്ളിനോട് പറഞ്ഞു ഞാൻ എൻ്റെ മെക്കാട്രോണിക്സ് മാറ്റി എന്ന് പറഞ്ഞു. എവിടെ മാറ്റി എന്നും അവിടുത്തെ ഡീറ്റെയിൽസ് എന്നോട് പറഞ്ഞിട്ട് അതിന് പറഞ്ഞ ചിലവ് വന്ന 52,000 രൂപയോളം ആണത്രേ. ഓക്കെ, പിന്നെ ഉള്ളത് ക്ലച്ച് ബാക്കാണ്. ക്ലച്ച് ബാക്ക് എന്ന് പറയുമ്പോൾ DSGയുടെ ക്ലച്ച് ബാക്ക് എന്ന് പറയുന്നത് ഇത് ഡ്യുവൽ ക്ലച്ചാണ്. ആ ഒരു ക്ലച്ചിൻ്റെ പാക്കിന് എനിക്ക് തോന്നുന്നു ഒരു 30,000-35,000 വില എന്തായാലും ഉണ്ട്. അപ്പോൾ ഇതിന് വരുന്ന പ്രശ്നം അല്ലെങ്കിൽ ഇതിന് ഞാൻ കാണുന്ന പണി എന്ന് പറയുന്നത് ഈ 2 പണികളാണ് ഗിയർ ബോക്സിൻ്റെ ഭാഗത്തുനിന്ന്, മെക്കാട്രോണിക്സും അതല്ലെങ്കിൽ ഗിയർ ബോക്സും. എഞ്ചിന് ടർബോ ആണ്, അതിന് എന്ത് വേണമെങ്കിൽ പണി വരാം. എല്ലാ കാറും അങ്ങനെയാണ്, വാറണ്ടി ഇല്ലെങ്കിൽ എന്തായാലും പണി വരും. അപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ കൊണ്ടുവന്നത് 8 വർഷം വാറണ്ടി ആയിട്ടാണ് ആ സ്പെയർ. അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് പണി വന്നില്ല പറയുമ്പോൾ നമ്മുടെ പൊന്നുപോലെ നോക്കേണ്ടാവും. അപ്പോൾ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ ഉപയോഗിച്ച വണ്ടിയാണ് എന്നുള്ളൊരു പ്രശ്നം മാത്രമേ എനിക്കതിനകത്ത് കാണുന്നുള്ളൂ. ബാക്കി എല്ലാ പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ. മൈലേജ് ഉണ്ടോ 13.9 കിലോമീറ്റർ. എനിക്ക് നിങ്ങൾ പറയാറില്ലേ ജിംനി എന്തിനാ ജിംനിയുടെ മുകളിലെ ആ ക്രോസ് ബാർ ഊരി ഓടിക്കുന്നത്, നിങ്ങൾക്ക് വണ്ടി വിറ്റ് ഓൾട്ടോ ഓടിച്ചിട്ട് എനിക്ക് ഓൾട്ടോ ഒന്നും ഉണ്ടാക്കി ഈ വണ്ടി ഉണ്ട് 14 കിലോമീറ്റർ ഇപ്പോൾ തന്നെ കിട്ടുന്നത്. മര്യാദയ്ക്ക് ഓടിക്കുകയാണെങ്കിൽ ഇത് ഉറപ്പായിട്ട് 20 കിട്ടും. 20 കിട്ടില്ല 18 കിട്ടും ഉറപ്പായിട്ട്. അതുകൊണ്ട് മൈലേജ് വിഷയമല്ല. ഓക്കെ, വാട്ടവർ. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. പിന്നെ ഇതൊരു ജർമ്മൻ കാറാകുമ്പോൾ ഇത് വാങ്ങാൻ പോയപ്പോൾ ഒരു കലിങ്കിൽ എന്നെ വിവേക്ജി പിടിച്ചടുത്തിരുത്തി. എന്നിട്ട് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് പറഞ്ഞു. ഓക്കെ, ആ കാര്യങ്ങൾ പറഞ്ഞ് കോമഡി ആയിരുന്നു. ആദ്യം പറഞ്ഞത് നിനക്ക് വണ്ടി കാണിച്ചത് ഞാനാണ്, വണ്ടി എടുത്തത് ഞാനാണ്, ഈ വണ്ടിക്ക് എന്ത് പ്രശ്നം വന്നാലും എനിക്കൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞു. അത് പുള്ളി പറഞ്ഞോട്ടെ, പക്ഷേ പുള്ളിക്ക് ഉത്തരവാദിത്വം, അത് വേറെ കാര്യം. പിന്നെ അടുത്ത കാര്യം പറഞ്ഞത് ഒരു ജർമ്മൻ കാറാണ് വാങ്ങുന്നത്, ഇതിന് എപ്പോൾ വേണമെങ്കിൽ എന്ത് പണി വേണമെങ്കിൽ വരാം. ഒന്നുകിൽ ABS സെൻസർ പോവാം, അതല്ലെങ്കിൽ ടർബോ തന്നെ അടിച്ചു പോവാം, അല്ലെങ്കിൽ DSG മിണ്ടാണ്ടാവാം, DSG വർക്ക് ചെയ്യാണ്ടാവാം, ചെയ്തതാക്കി ഇനിയും പോയിന്ന് വരും. അങ്ങനെ പല പ്രശ്നങ്ങളും വരും. നീ ഇറങ്ങുന്നത് എവിടേക്കാണെന്ന് അറിഞ്ഞിട്ട് വേണം നീ ഇതിനകത്ത് ഇറങ്ങാനായിട്ടെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞത് വണ്ടി വാങ്ങിയതിന് ശേഷമാണ്. അതാണ് ഇതിലെ ഒരു ഐറണി എന്ന് പറയുന്നത്. ഓക്കെ, അത് ആ ഒരു കാര്യം ഞാൻ കേട്ടോണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നാശത്തിലേക്കാണ് ഇതിൻ്റെ പോക്ക് എന്ന് പറഞ്ഞ ആ ഒരു കഷ്ണം, ആ ഒരു വീഡിയോയുടെ കഷ്ണം ഞാൻ എടുത്തിട്ടത്. ഓക്കെ, നമ്മൾ തയ്യാറാണ്, നമ്മൾ വണ്ടി പ്രാന്തനാണ്, നമ്മൾ വണ്ടി വാങ്ങുന്നത് വണ്ടി ഉപയോഗിക്കാൻ വേണ്ടി അല്ല. എന്ന് വെച്ചാൽ എനിക്കൊരു പോയിന്റ് A to B പോകാനായിട്ടൊരു കാറിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല. അതായത് ജിംനി ആ ഡ്യൂട്ടി വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് വേണ്ടത് ഒരു ഫൺ കാറാണ്. എനിക്ക് ഇടയ്ക്കൊന്ന് എടുത്ത് ഓടിക്കുമ്പോൾ ഒന്ന് കാലൊക്കെ കൊടുത്ത് ഓടിക്കാനും ഒത്തിരി ഒരു മനസ്സിനൊരു സുഖം കിട്ടാനും, അല്ലെങ്കിൽ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളിൽ പല കാര്യങ്ങളും പിശുക്കി ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ചിലപ്പോൾ ഒരു ടീഷർട്ട് അല്ലെങ്കിൽ ഒരു ഷർട്ട് വാങ്ങുന്നത് വർഷത്തിലൊരിക്കലായിരിക്കും, അല്ലെങ്കിൽ ഒരു പാൻറ്റ് വാങ്ങുന്നത് 2 വർഷം കൂടുമ്പോഴായിരിക്കും. പക്ഷേ ഒരു വണ്ടി ഓടിക്കുന്നത് ചിലപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഡെയിലി 2 വട്ടം 3 വട്ടമൊക്കെ ഓടിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഷൂട്ട് ചെയ്യുന്ന കാര്യമായതുകൊണ്ടും പല വണ്ടികളും നമ്മൾ ഓടിക്കാൻ കിട്ടുന്നതുകൊണ്ടും അതൊക്കെ ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ നമുക്ക് നമ്മുടേതായിട്ട് വണ്ടി, നമ്മുടേതായിട്ട് ഫൺ കാർ വേണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മളത് കൊണ്ടുനടക്കണം, നമുക്കതിൻ്റെ കുറേ കാര്യങ്ങൾ അറിഞ്ഞു കൊണ്ടുവരണം, കുറേ ഡൂ ഇറ്റ് യൂർസെൽഫ് പണി ചെയ്യണം, വണ്ടി പണിയുന്നത് എങ്ങനെ ആളുകൾക്ക് കാണിച്ചു കൊടുക്കണം, അതല്ലെങ്കിൽ എന്തൊക്കെ ആക്സറീസ് വെക്കാം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം വീണ്ടും ഒരു പുതിയ വണ്ടി വാങ്ങി വീണ്ടും ഒരു പുതിയ ലോൺ ഇടാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ഒരു EMI അടയ്ക്കാനുള്ളൊരു മൈൻഡില്ല. കാരണം ജിംനി എല്ലാ കാര്യങ്ങളും ജിംനി അങ്ങനെയാണ്, ഓടിക്കാനായിട്ട് നല്ലതാണ്, EMIക്ക് നല്ലതാണ്, അല്ലെങ്കിൽ എന്താ പറയുക അതൊരു ഓഫ് റോഡാണ്. ഓക്കെ, ഇത് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫൺ കാറായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള വണ്ടിയാണ്. അതായത് എനിക്ക് ഇടയ്ക്ക് എടുത്ത് ഇങ്ങനെ കാല് കൊടുത്ത് പൊളിച്ചോടിക്കാൻ വേണ്ടി വാങ്ങിയ വണ്ടിയാണ്. ആ വണ്ടിക്ക് വരുന്ന പണികൾ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഇപ്പോൾ BMW അല്ലെങ്കിൽ മെഴ്സീഡീസ് ബെൻസ് വാങ്ങണമെന്ന ആഗ്രഹത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ആദ്യം പോകേണ്ടത് ഒരു ജർമ്മൻ കാറ് എന്ന് പറയുന്നത് ഫോക്സ് വാഗൺ ആണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ വണ്ടി 7, 6, 5, 4, 3 ഓൾമോസ്റ്റ് ഫൺ ഫാക്ടറിയുള്ള കാറാണെന്ന് പറയാം. ഓൾമോസ്റ്റ് പറയാൻ കാരണം ഇതിനേക്കാളും ഫണ്ണുള്ള വണ്ടികൾ നമ്മൾ ഓടിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, ഈ വണ്ടി വാങ്ങിയതിലും ഈ വണ്ടി കൊണ്ടുനടക്കുന്നതിലും ഞാനൊരു സന്തോഷം കണ്ടെത്തുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഹോൾ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫോക്സ്വാഗൺ വെൻഡോ, ഇതാണ് നമ്മുടെ വെൻഡോ TSI എന്ന് പറയുന്നത്. ഇത് DSG ആണ്. ഇത് ട്യൂൺ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഇത് 10.something സെക്കൻഡ്സ് ആണ്. ഒറിജിനൽ 1.2 TSIയുടെ 100 ടൈമിങ് പറയുന്നത്. പക്ഷേ വിവേക്ജി ഓടിച്ചപ്പോഴും ഇപ്പോൾ ഞാൻ ഓടിച്ചപ്പോഴും പലപ്പോഴും 8 സെക്കൻഡിൽ താഴേക്ക് ഇത് 100 എത്തുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു ട്യൂൺഡ് വണ്ടിയാണ്. അപ്പോൾ ട്യൂൺഡ് വണ്ടിയാണെന്ന് പറയുമ്പോൾ ആ ഒരു ഫൺ ഫാക്ടർ ഒന്നും കൂടി കൂടുതലാണ്. അത് ഗിയർ ബോക്സിന് കേടാണെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആൾക്കാർ പറയാമായിരിക്കും. പക്ഷേ എനിക്കറിയില്ല ഇതിൽ ഏത് ട്യൂണാണെന്നുള്ളതും എന്താണ് ഇതിൻ്റെ സംഗതികളെന്നും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്യൂണറുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു ECU റീഡ് ചെയ്യാൻ നോക്കാൻ വേണ്ടി ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ആ ഒരു സ്റ്റിയറിംഗിൽ പാഡ് ഷിഫ്റ്റ് വയ്ക്കാൻ പോകുമ്പോഴേ ഈ 2 കാര്യങ്ങൾ കൂടി ചെയ്യാമല്ലോ എന്നുള്ള പോയിൻ്റാണ്. അപ്പോൾ എന്തായാലും അത്രയൊക്കെ ഉള്ളൂ. ഇതാണ് നമ്മുടെ വണ്ടി. ഈ വണ്ടി വാങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ആദ്യമായിട്ട് താങ്ക്സ് പറയേണ്ടത് വിവേക്ജി, പിന്നെ നമ്മുടെ ഉണ്ണിയേട്ടൻ, പിന്നെ ബിനോയേട്ടൻ, പിന്നെ രൂപേഷ് ഏട്ടൻ്റെ പെയിൻറ്റിങ്. ഓക്കെ, അപ്പോൾ രാകേഷിൻ്റെ വണ്ടി, വിവേകിൻ്റെ സെലക്ഷൻ, രൂപേഷിൻ്റെ പെയിൻറ്റിങ്, വിനോദേട്ടൻ്റെ ഡീറ്റെയിലിങ്. ഓക്കെ, അത്രേ ഉള്ളൂ. ശരി എന്നാ. 1, 6, 5, 4, 3, 2
ഇതിൻ്റെ ഹാൻഡ്ലിങ്ങിനെ കുറിച്ചും റൈഡിനെ കുറിച്ചും പറയട്ടെ. ഇതൊരു നല്ല ഹാൻഡ്ലറാണ്. എന്നുവെച്ചാൽ ഒരു എക്സെപ്ഷണൽ ഹാൻഡ്ലിങ് കാറാണെന്ന് പറയാൻ പറ്റില്ല എന്നാണ് വിവേക് പറയുന്നത്. അതുപോലെ എനിക്കും എന്ത് തോന്നുന്നത്, എനിക്ക് എൻ്റെ ഫോർഡ് ഫിഗോ ആസ്പെയറിൻ്റെ അത്രയും ഹാൻഡ്ലിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള ഫീൽ ഇതിനകത്തുണ്ട്. അതായത് സ്റ്റീറിംഗ് ഫീലിന് ഫീഡ്ബാക്കാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇതിൻ്റേതായിട്ടുള്ള ഒരു രസമുണ്ട്, ഒരു ഹൈ ഡ്രൈവിംഗ് പെട്രോളിൻ്റെതായിട്ടുള്ള ഒരു ഫണ്ണുണ്ട്, ഇതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സുഖമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതല്ലേ മെയിൻ, എൻജോയിങ് എ ജർമ്മൻ കാർ.